ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആണ്. നാളെ ഡിസംബർ 1 ആണ്. ക്രിസ്മസിനെ വരവേൽക്കാനായിട്ട് നമ്മൾ വീടുകളിൽ ക്രിസ്മസ് റീത്തുകൾ തൂക്കാറുണ്ട്. ഈസി ആയിട്ട് നമുക്ക് ഹാർഡ് ബോർഡും ഗ്ലിറ്റർ ഫോമും വെച്ച് വീട്ടിൽ തന്നെ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും ഈ ക്രാഫ്റ്റ് വർക്കുകൾ. അവർക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളോട് അവരെ ഒന്ന് ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഹാർഡ് ബോർഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ക്രിസ്മസിൻ്റെ ലീഫൊക്കെ ഒന്ന് വരച്ച് കൊടുത്താൽ അവർ തന്നെ ഇത് ചെയ്തോളും. നല്ല ഭംഗിയായിട്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ലീഫിൻ്റെ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതൊരു കട്ടിയുള്ള പേപ്പറിൽ ആ ലീഫ് പാറ്റേൺ വരച്ചെടുത്തിട്ട് അത് ഗ്ലിറ്റർ ഫോമിൻ്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് അതിനെ വരച്ചെടുത്തിട്ട് നമുക്കത് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതാണ് അതിൻ്റെ ലീഫ് പാറ്റേൺ. അങ്ങനത്തെ ഒരു 3-4 ലീഫ് നമുക്ക് മുറിയാതെ ഒറ്റ ലീഫായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഗ്ലിറ്റർ ഗ്ലൂ ഉണ്ട്. ചെറിയൊരു ബോട്ടിൽ 10 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിതിൻ്റെ ലീഫിൻ്റെ ഔട്ട്ലൈന് വരച്ചു കൊടുക്കാം. അത് ഉണങ്ങിക്കഴിയുമ്പോൾ നല്ല ഗോൾഡൻ എഫക്റ്റ് കിട്ടും. ഇങ്ങനെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ ഗ്ലിറ്റർ ഗ്ലൂ വെച്ച് കുട്ടികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമ്പം അവർക്ക് ഒരുപാട് സന്തോഷമാകും. ഇങ്ങനെ നമുക്ക് എല്ലാ ലീഫും ശരിയാക്കിയെടുക്കാം. പണ്ട് നമ്മൾ വീടുകളിൽ ക്രിസ്മസിന് വേണ്ട സ്റ്റാറും ഡെക്കറേഷൻസും ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്നു. ഇപ്പോഴാണ് നമ്മളെല്ലാം കടകളിൽ നിന്ന് വാങ്ങുന്നത്. അങ്ങനെ നമ്മുടെ ലീവ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. അത് ഉണക്കണം. നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പം നല്ല ഗോൾഡൻ ഔട്ട്ലൈൻ ആയിട്ടുള്ള ലീഫ് നമുക്ക് കിട്ടും. ഇത് ഉണങ്ങുന്നതിനായിട്ട് വയ്ക്കാം. ഇനി കട്ടിയുള്ള ഹാർഡ് ബോർഡ് ഷീറ്റ് വേണം. ഇതിൻ്റെ നടുക്ക് നമുക്ക് ഫെവിക്കോള് അപ്ലൈ ചെയ്യാം. പശ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് തെർമോക്കോളിൻ്റെ റെഡ് ബോൾസ് 4-5 എണ്ണം വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ച് അതും ഉണങ്ങുന്നതിനായിട്ട് വയ്ക്കണം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ ശരിയാക്കാനായിട്ടുള്ള ഹാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കാം. ഹാർഡ് ബോർഡ് ഒരു 5 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അത് 2 ആക്കണം. അപ്പം ഇങ്ങനെ ലൈൻസ് ഉള്ളൊരു ഡിസൈനുള്ളൊരു ഷീറ്റായിട്ട് നമുക്ക് കിട്ടും. അതിൻ്റെ ബാക്ക് സൈഡിൽ നേരെ ഉള്ള വശത്ത് നമ്മൾ പെറ്റൽസിൻ്റെ ഷേപ്പ് വരച്ചെടുത്തിട്ട് അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ
അങ്ങനെ ആവശ്യത്തിനുള്ള പെറ്റൽസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. എത്ര ഫ്ലവർ വേണോ, എത്ര നമ്മൾ ലെയർ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം. പെറ്റൽസ് എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രിസ്മസ് റീത്ത് തയ്യാറാക്കാനായിട്ടുള്ള ആ റൗണ്ട് റിങ് നമുക്ക് റെഡിയാക്കി എടുക്കണം. വീതിയുള്ള ഒരു ഹാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ട് അതെല്ലാം നമുക്ക് ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇത് വെച്ച് നമുക്ക് വരച്ചെടുക്കാം. ഒരു 2 ഇഞ്ച് വീതിയിൽ അല്ലെങ്കിൽ 1.25 ഇഞ്ച് വീതിയിൽ നമുക്ക് അകത്തെ ലെയറും മാർക്ക് ചെയ്യണം. ഞാനിവിടെ ഒരു കേക്ക് ബോർഡ് വെച്ചാണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. അത് വെച്ച് അതിൻ്റെ സൈഡ് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ നടുക്ക് ഒരു ചെറിയ സോസറോ എന്തെങ്കിലും പ്ലേറ്റോ വല്ലതും വെച്ച് മാർക്ക് ചെയ്ത് അകത്തെ റൗണ്ട് നമുക്ക് വരച്ചെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി നല്ല മൂർച്ചയുള്ള കത്തിയോ സിസേഴ്സോ വെച്ച് നമുക്ക് ഈ റൗണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ റിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ പശ പുരട്ടി നമ്മൾ നല്ല പേപ്പർ വെച്ചിത് ഒട്ടിച്ചെടുക്കണം. ബ്രൗൺ പേപ്പറോ കളറുള്ള പേപ്പറോ വെച്ച് നമുക്കിത് ഒന്ന് എഡ്ജൊക്കെ കാണാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. കുറച്ച് പശ എടുത്തതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ലൂസാക്കി കൊടുക്കണം. എന്നിട്ട് ബ്രഷ് വെച്ച് നമുക്ക് ഇതിൽ പുരട്ടി കൊടുക്കാം. എന്നിട്ട് ഈ ഷീറ്റ് വെച്ച് നമുക്കിത് ഒട്ടിച്ചെന്ന് വൃത്തിയാക്കിയെടുക്കാം. ഞാൻ ബ്രൗൺ പേപ്പർ വെച്ച് തന്നെയാണിത് ഒട്ടിച്ചെടുത്തത്. എഡ്ജൊക്കെ ഒന്ന് നല്ല മറഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് ഒട്ടിച്ചെടുക്കാം. അകത്തോട്ട് മടക്കി കൊടുത്ത് 2 വശവും അകത്തോട്ട് മടക്കി കൊടുത്ത് 2 വശവും അങ്ങനെ ഒട്ടിച്ചെടുക്കാം. അപ്പം നല്ല റിങ് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പെറ്റൽസ് എല്ലാം ഒന്ന് ഭംഗിയാക്കി എടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെറ്റൽസ് എല്ലാം അതിൽ പശ പുരട്ടി കൊടുക്കണം. നമ്മൾ മുമ്പേ ചെയ്ത് വെച്ചിരിക്കുന്ന ആ പശ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഗ്ലിറ്റർ പൗഡർ സിൽവറോ ഗോൾഡനോ കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഗോൾഡനാണ് എടുത്തിരിക്കുന്നത്. ഗ്ലിറ്റർ പൗഡർ അതിൽ തൂകി കൊടുക്കണം.
പെറ്റൽസും ഇങ്ങനെ റെഡിയാക്കിയെടുത്ത് ഇത് ഉണങ്ങുന്നതിനായിട്ട് വെക്കണം. നന്നായിട്ട് ഉണങ്ങണം. അപ്പം ഗ്ലിറ്റർ പൗഡർ എല്ലാം അതെല്ലാം നന്നായിട്ട് പിടിച്ചിരുന്നോളും. ഒരു വശത്ത് മാത്രം നമ്മൾ ഗ്ലിറ്റർ പൗഡർ ഉരുട്ടിയാൽ മതി. എല്ലാ ഷീറ്റും എല്ലാ പെറ്റൽസും നമ്മളിവിടെ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഉണങ്ങുന്നതിനായിട്ട് വെക്കണം. ഈ പെറ്റൽസ് ഒട്ടിക്കാനായിട്ടുള്ള ഒരു ചെറിയ റൗണ്ട് കട്ട് ചെയ്തെടുക്കണം. ഹാർഡ്ബോർഡിൻ്റെ ആ റൗണ്ടിലാണ് നമ്മളിങ്ങനെ പെറ്റൽസ് ഒട്ടിക്കുന്നത്. നമ്മളൊരു 5 പെറ്റൽസ് കൊടുക്കാം. അതിന് മുകളിൽ 5 പെറ്റൽസ് കൂടെ 2 റൗണ്ട് നമുക്ക് കൊടുക്കാം. ഇനി ആ ചെറിയ റൗണ്ടിൽ നമ്മൾ പശ പുരട്ടിയിട്ട് അതിൽ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം ഓരോ പെറ്റൽസായിട്ട്. ഞാൻ താഴെ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ പേപ്പർ നമ്മൾ എടുക്കുന്നില്ല. ഈ റൗണ്ടിൽ ഇത് നന്നായിട്ട് ഒട്ടിയിരുന്നോളൂ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഓരോ പെറ്റൽസും. ഇനി ഈ 2 പെറ്റൽസിൻ്റെ നടുക്ക് അടുത്ത ലെയർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നടുക്ക് നമുക്ക് ഗോൾഡൻ ബീഡ്സ് പശ പുരട്ടി ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി 2 പെറ്റൽസിൻ്റെ സെൻറ്ററിൽ അടുത്ത ലെയർ വരുന്നത് പോലെ അതും പശ പുരട്ടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ റിങ്ങിൽ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡൻ ഡെക്കറേഷനുള്ള ആ ഒരു മാല മേടിച്ചിട്ടുണ്ട്. അതിന് പകരം സിൽവർ വേണേലും മേടിക്കാം, അല്ലെ ഗ്രീൻ മേടിക്കാം. ഞാനിവിടെ ഗോൾഡനാണ് വാങ്ങിയിരിക്കുന്നത്. നടുക്ക് നമുക്ക് ഗോൾഡൻ ത്രെഡ് തൂക്കുന്നതിനായിട്ട് ബുക്കയിൽ നമുക്ക് തൂക്കുന്നതിനായിട്ടൊരു ഗോൾഡൻ ത്രെഡ് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പം ലീഫ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ലീഫ് ഇവിടെ തയ്ച്ച് പിടിപ്പിക്കണം. അത് ഒട്ടിച്ച് വെക്കുന്നതിൽ നല്ലത് തയ്ച്ച് കൊടുക്കുവാണെങ്കിൽ അത് ഫിക്സഡ് ആയിട്ട് ഇരുന്നോളും, പോകാതെ നമ്മളല്ലേ തൂക്കിയിടുമ്പോഴത്തേക്ക്. അങ്ങനെ 3 or 4 ലീഫ് വെക്കാം നിങ്ങളുടെ റിങ്ങിൻ്റെ വലിപ്പം അനുസരിച്ച്. നമ്മൾ തന്നെ ഇങ്ങനെ ക്രിസ്മസ് റീത്ത് തയ്യാറാക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു സന്തോഷമാണ്. കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതിലും നല്ലൊരു യുണീക്ക് ഡിസൈൻ നമുക്ക് തന്നെ ചെയ്തെടുക്കാം. കുട്ടികളെയും വീട്ടിലുള്ളവരെ എല്ലാം കൂട്ടി ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാകും. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.